അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 23-ാം അധ്യായം, അതിലെ 5-ാമത്തെ വാക്യം. എന്നാൽ ബിലയാമിന് ചെവി കൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സിലായിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ പ്രാധാന്യമുള്ള ഒരു വചനമെന്നുള്ളൂ വായിച്ചത്. ഹല്ലേലൂയ. എന്താണ്? നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. ഹല്ലേലൂയ. ശാപം എന്ന് പറയുന്നത് ലോകത്തിൽ നിലനിൽക്കുന്ന വലിയ ശക്തികളിൽ ഒരു വലിയ ശക്തിയാണ് ഈ ശാപം എന്ന് പറയുന്നത്. പലർക്കും ശാപം എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. മാതാപിതാക്കളുടെ ശാപം, തലമുറകളുടെ ശാപം, അയൽ വീട്ടുകാരുടെ ശാപം, ബന്ധുക്കളുടെ ശാപം, അധികാരികളിൽ നിന്നുള്ള ശാപം, ഗുരുക്കന്മാരിൽ നിന്നുള്ള ശാപം, അങ്ങനെ പല വിധത്തിലും ശാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തലമുറയായി വ്യാപിച്ചു നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അനവധി ആളുകൾ ഇന്ന് ശാപം മുറിക്കുവാൻ, ശാപം മാറ്റുവാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഓടിക്കൊണ്ടിരിക്കുക. എല്ലാ ജാതിയിലും, എല്ലാ മതവിഭാഗത്തിലും. അതിന്റെ ഭാഗമായി പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്കകത്തും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും ശാപം മുറിക്കൽ, ശാപം മാറ്റാൻ വേണ്ടി ഓടുന്നു. ശാപം മുറിക്കൽ, ശാപം മാറ്റൽ ശുശ്രൂഷ ചിലർ ഏറ്റെടുത്തിരിക്കുന്നു. എന്താണ് ഈ ശാപം? പ്രൈസലോ. നമുക്കറിയാം, ഈ കാണുന്ന ലോകത്തിൽ, നാം കാണുന്ന ഈ ദൃശ്യമായ ലോകത്തിൽ വലിയ ശക്തികളുണ്ട്. ദൃശ്യമായ അല്ലൊരു ആയുധം, അദൃശ്യമായതും അദൃശ്യമായതുമായ ശക്തികളുണ്ട്. അല്ലേലിയ. അപ്പൊ ഇടിമുഴക്കത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഭയപ്പെടുന്നതാണ് ഇടിമുഴക്കത്തിന്റെ ശക്തി. മിന്നലിന്റെ ശക്തി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചൂളിപ്പോകുന്ന, അല്ലെ ചുളുങ്ങിപ്പോകുന്ന വിധത്തില ചില മിന്നലുകൾ വന്ന അത്ര ശക്തിയാണ്. വ്യക്തിശക്തിക്ക് ഒരു ശക്തിയുണ്ട്, തൊട്ടാൽ മരണമാണ്. അപ്പൊ ഇടിമിന്നലും ഇടിയും ഏറ്റാലും മരണമാണ്. തിരമാലകൾക്കൊരു ശക്തിയുണ്ട്. ഈശ്വരോ. തിരമാലകൾക്ക്, കടലിൽ കിടക്കുന്ന തിരമാലകൾ അടിച്ചുയർന്നിങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും? എല്ലാം അടിച്ചു തകർത്ത് പോകത്തക്ക പോലെ തിരമാലകൾ. നമ്മൾ സുനാമിയെ കണ്ടോ? സുനാമി ഉണ്ടായപ്പം ആ പടുക്കൂറ്റൻ തിരമാലകൾ സകലത്തെ നശിപ്പിച്ചു. അല്ലേരിയ. കൂടാതെ മറ്റനവധി സാത്താന്യ ശക്തികളുണ്ട്. ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ള ദൃശ്യമായ ശക്തികളാണ്. ഇടിമിന്നലും ഇടിയും വിദ്യുച്ഛക്തിയും അതുപോലെ തന്നെ കാറ്റിന്റെ, കൊടുങ്കാറ്റിന്റെ, പ്രളയത്തിന്റെ, അതുപോലെ തന്നെ തിരമാലകളുടെ ശക്തിയൊക്കെ ഈ ലോകത്തിൽ നിന്നുള്ള ശക്തിയാണ്. ദൃശ്യമായതാണ്. ഇവയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട്. എന്നാൽ അടുത്തൊരു ശക്തി എന്ന് പറയുന്നത് ശാപത്തിന്റെ ശക്തിയാണ്. ഈ ശാപത്തിന്റെ ശക്തിയെ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണത്തില്ല. ദൃശ്യമായ കണ്ണുകൾ കൊണ്ട്, ദൃശ്യമായ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഈ ദൃശ്യമായ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ശാപത്തിന്റെ ശക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ശാപത്തെ ഭയപ്പെടുന്നത്. മറ്റ് ശക്തികളൊക്കെ നമ്മുടെ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കാണുന്നത് കൊണ്ട് അത് നമുക്ക് നേരെ കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ ശ്രമിക്കും. പക്ഷേ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യമായ ശക്തിയായിരിക്കുന്ന ശാപത്തിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് ഓടി ഒളിക്കാൻ പറ്റത്തില്ല. ആ ശാപം നമ്മെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. രക്തക്ഷയം, ഹല്ലേലൂയ. എത്രമാത്രം ശാപമുണ്ട് എന്നളക്കുവാൻ സാധ്യമല്ല. ഒരാളുടെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു ദേശത്ത് എത്രമാത്രം ശാപമുണ്ടെന്നുള്ള ആ ശാപത്തിന്റെ ശക്തി അളക്കുവാൻ ഇന്ന് വരെ ഒരു സയന്റിസ്റ്റിന് കഴിഞ്ഞിട്ടില്ല. ഒരു കണ്ടുപിടുത്തവും നടത്തിയിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. എപ്രകാരം ശാപങ്ങൾ വന്നുവെന്നും അറിയില്ല. എങ്ങനെയാണ് ഈ ശാപങ്ങൾ വന്നുവെന്നും മനുഷ്യന് അറിയില്ല. നമ്മൾ പറയും പിതാക്കന്മാരുടെ ശാപമാണ് തലമുറയിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഒരു മനുഷ്യനും അല്ലേലൂയ പനിയുണ്ടെങ്കിൽ, അല്ലേലൂയ, ആ പനിയുടെ അളവ് എത്രയുണ്ടെന്ന് അറിയുവാനായി തെർമോമീറ്റർ ഉപയോഗിക്കും. പനിയുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മുടെ പനി അളക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അല്ലേലൂയ, സ്തോത്രം.
പ്രമേഹം ഉണ്ടെങ്കിൽ നമ്മുടെ രക്തവും മൂത്രവും ഒക്കെ പരിശോധിച്ചു കഴിയുമ്പോൾ പ്രമേഹത്തിന്റെ അളവ് നമുക്കറിയാം. അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ മഹാവ്യാധികളും എപ്രകാരമാണെന്ന് അളന്നെടുക്കുവാൻ, അതിന്റെ അളവ് നോക്കുവാനുള്ള സംവിധാനങ്ങളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ശാപത്തിന്റെ ശക്തി അളക്കുവാനുള്ള ഒരു ഉപകരണം ഇതുവരെ കണ്ടിട്ടില്ല. ശാപത്തിന്റെ ശക്തി അളക്കുവാനുള്ള ഒരു ഉപകരണം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഭയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ശാപത്തിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത്. ഞാൻ എന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് സഭയിൽ പ്രവേശനമില്ലാത്ത ആളുകളെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ആവർത്തനം 23-ന്റെ 1 തൊട്ട് വായിക്കുമ്പോൾ, ഷണ്ഡനോ ചിഹ്നലിംഗനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, കൗലിടയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവന്റെ 10-ാം തലമുറ പോലും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്നെതിരേൽക്കൊണ്ട് നിന്നെ ശപിക്കാൻ അവർ മെസൊപ്പൊത്യമയിലെ പെതൂരിൽ നിന്ന് ബെയോരിന്റെ മകനായ ബിലയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിച്ചുകൊണ്ടുവന്നു. ഇസ്രായേൽ ശപിക്കാൻ വേണ്ടി ബിലയാമിനെ കൂലിക്ക് വിളിച്ചുകൊണ്ട്. അപ്പൊ സഭയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു കഠിനമായ നിയമം ആ കാലഘട്ടത്തിൽ നിൽക്കുന്നു. അതിൽ നമ്മൾ വായിക്കും കാണുന്നത്, ഷണ്ഡൻ, ചിഹ്നലിംഗൻ, കൗലിടയൻ അഥവാ ജാരസന്തതി, അമോന്യൻ, മോവാബിൻ എന്നിവർ ദൈവസഭയ്ക്ക് പ്രവേശനമില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഷണ്ഡനും ചിഹ്നലിംഗനും സന്താനോൽപാദനം ഇല്ലാത്തവനാണ്. ഇവരാരും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞതിന്റെ ആശയവും വ്യക്തമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്നത് ദൈവജനമായി ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും അവരെ വിലക്കിയിരിക്കുന്നു എന്നാണ് ചിലരുടെ ചിന്ത. മറ്റു ചിലർ വിചാരിക്കുന്നത് ദൈവസഭയിൽ പ്രധാന ശുശ്രൂഷകളുടെ ഭാഗമാക്കാൻ ഇവർക്ക് കഴിയില്ല, ഇവരെ അതിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ശാപമാണ് അവിടെ അങ്ങനെയുള്ളവര്. ഹല്ലേലൂയ. ഇപ്പം പുതിയ നിയമ ലേഖനങ്ങളിൽ നമ്മൾ പഠിക്കും, വ്യക്തമായും നമുക്ക് മനസ്സിലാക്കുക സഭയുടെ പരിശുദ്ധിയാണ് ഈ ശാപമുള്ള ആൾക്കാർ സഭയിൽ പ്രവേശിക്കാത്തതിന്റെ കാരണം സഭയുടെ പരിശുദ്ധിയെ കണക്കിലാക്കിയെന്നാണ്. ഹല്ലേലൂയ. എന്നാൽ ജന്മന സന്താനോൽപാദന ശേഷിയില്ലാതെ ജനിക്കുന്നവനാണ് ഷണ്ഡൻ. എന്നാൽ ചിഹ്നലിംഗൻ വൃക്ഷണങ്ങൾ ഛേദിക്കപ്പെട്ട് സന്താനോൽപാദന ശേഷി നഷ്ടപ്പെടുത്തിയവരാണ്. ഹല്ലേലൂയ. പുരാതന കാലങ്ങളിൽ പല പുറംജാതി ദേവാലയങ്ങളിലെയും പുരോഹിതന്മാർ ഷണ്ഡന്മാരായിരുന്നു എന്ന് ചരിത്രം വായിക്കാൻ കഴിയും. അങ്ങനെയുള്ള പുരോഹിത ശുശ്രൂഷയ്ക്കായി തങ്ങളുടെ പുത്രന്മാരെ പരിശീലിപ്പിക്കേണ്ടതിനായി അവരുടെ മാതാപിതാക്കളെ എന്ത് ചെയ്തു? ആൺകുഞ്ഞുങ്ങളെ വൃക്ഷണങ്ങൾ ഛേദിച്ച് ഷണ്ഡന്മാരാക്കുന്ന പതിവുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വരിയുടയ്ക്കപ്പെട്ട മൃഗങ്ങളെ ദൈവസന്നിധി യാഗം കഴിപ്പാൻ കഴിയില്ല, അത് യഹോവയ്ക്ക് ശാപമാണ്, ദൈവത്തിന്റെ മുമ്പിൽ ശാപമാണെന്നൊക്കെ നാം പഴയ നിയമ പ്രമാണങ്ങൾ പല ഭാഗത്തും വായിച്ചാൽ അത് പലരുടെയും വേദാന്തങ്ങളിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു. ഹല്ലേലൂയ. അപ്പം വിശുദ്ധ തിരുവെഴുത്തിലുള്ള ബന്ധത്തിൽ നമ്മളത് വായിച്ചു പഠിക്കുമ്പോൾ അത്ര കഠിനമായ ഒരു നിയമം നമ്മുടെ ഇടയിൽ നിൽക്കുന്നതിൽ നിന്നാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്കൊരു മോചനം തന്ന് ഷണ്ഡനെന്നോ ചിഹ്നലിംഗനെന്നോ അല്ലെങ്കിൽ കൗലിടയനോ എന്ന് ഭേദമില്ലാതെ സകല ജനത്തിനും ദൈവസഭയിൽ പ്രവേശിക്കാമെന്നുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു ആമയൊക്കെ നമുക്ക് ലഭിച്ചത്. മറ്റേ നമുക്ക് കയറാൻ കഴിയത്തില്ലായിരുന്നു. പുത്രോത്പാദനം ഇല്ലാത്തവന്, സന്താനോൽപാദനം ഇല്ലാത്തവന് സഭയിൽ പ്രവേശിക്കാൻ കഴിയില്ല. എത്ര കഠിനമായൊരു നിയമമായിരുന്നു നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ള നിയമത്തിന്റെ നിലയിൽ നിന്നാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു നമുക്കൊരു സ്വസ്ഥത തന്ന് നമ്മെ ഈ ഭൂമി നിർത്തിയിരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മഹത്വം ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അങ്ങനെ വിവിധ നിലകളിൽ കുടുംബത്തിന്റെ ശാപത്തെക്കുറിച്ച് പഴയ നിയമ പ്രമാണങ്ങൾ നമ്മെ ഓർപ്പിക്കുമ്പോൾ അങ്ങനെ ശാപത്തെ നീക്കി നമുക്ക് പുതിയ അനുഭവത്തെ ദൈവം തരികയാണ്. ചില ആഭിചാരം എന്ന ദുർമന്ത്രവാദം എന്ന ലക്ഷണവിദ്യ എന്നിവർ ദുർഭൂത ബന്ധനങ്ങൾ എന്ന ശാപത്താൽ കെട്ടപ്പെട്ട് കിടക്കുന്നുവെന്ന് ചിലരുടെ ചിന്താഗതികളുണ്ട്. എന്നാൽ സംഖ്യാപുസ്തകം 23-23 വായിക്കുമ്പോൾ കാണുന്ന ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേൽ ഭരിക്കുകയില്ല. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് എബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ
യാക്കോബിന്റെ മക്കളായിരിക്കുന്ന ദൈവസഭയുടെ മക്കൾക്ക് ആഭിചാരം പറ്റുകയില്ല. ആഭിചാരം എന്ന ശാപം, ലക്ഷണവിദ്യ ശാപം, മറ്റൊരു ദുർമന്ത്രവാദ സേവകൾക്കും നിന്റെ കുടുംബത്തെയും ശാപമായി ബാധിക്കാൻ കഴിയില്ല. ഇവിടെ ഷണനും ചിന്നലിങ്ങിനും അല്ലുരിയ ഒക്കെയുണ്ട്. അല്ലുരിയ അതുപോലെ സന്തോഷോത്പാദനം ഇല്ലാത്തവരൊക്കെ ഈ കാലഘട്ടത്തിലുണ്ട്. വൈകല്യങ്ങളുള്ള അനവധി ആളുകൾ ഈ കാലഘട്ടത്തിലുണ്ട്. സ്തോത്രം. എന്നാൽ പഴയ നിയമത്തിൽ അവർക്ക് ദൈവസഭയിൽ പ്രവേശനമില്ലായതെങ്കിൽ പുതിയ നിയമസഭയ്ക്കകത്ത് അവർക്കെല്ലാം പ്രവേശനം ദൈവം നൽകി. അതുകൊണ്ട് നമ്മുടെ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി തീർക്കുകയാണ്. അല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് നിന്നെ, അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്ന് എതിരേൽക്കാകൊണ്ടും നിന്നെ ശപിക്കാൻ അവർ മെസൊപ്പൊത്താമിയിലെ പെതോരിൽ നിന്ന് ബിലയാമിന്റെ മകനായ ബെയോരിന്റെ മകനായ ബിലയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിച്ചുകൊണ്ടുവന്നു. അല്ലേ? എന്നാൽ ബിലയാമിന് ചെവി കൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സിലായിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ അല്ലേലൂയ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർന്നു. അപ്പം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഇസ്രായേലിനത്തെ ശപിക്കുവാൻ വേണ്ടി സ്തോത്രം മെസൊപ്പൊത്താമിയിൽ നിന്ന് അല്ലേലൂയ ബെയോരിന്റെ മകനായ ബിലയാമിനെ വിളിച്ചു കൊണ്ടുവന്നു. ബിലയാമിന് ചെവി കൊടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് മനസ്സില്ലാതിരുന്നത് കൊണ്ടും അല്ലേലൂയ നമ്മുടെ മേൽ വരുന്ന ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി തീർത്തു. നമുക്ക് പ്രത്യാശിക്കാൻ കുറച്ച് വകയുണ്ട്. ഞാൻ ഭാഗമൊക്കെ വിടുകയാണ്. അപ്പം പെട്ടെന്ന് വീട്ടിൽ ചില വിപത്തുകളും ചില വ്യാധികളും മരണങ്ങളും പോരാട്ടങ്ങളും നേരിടുമ്പോൾ, മക്കളുടെ ഭാവിയെ ബാധിക്കുമ്പോൾ, കുടുംബത്തിൽ ശത്രുവിന്റെ ക്രിയകൾ വർദ്ധിക്കുമ്പോൾ ശാപം ആ വീട്ടിൽ വന്നിരിക്കുന്നുവെന്ന് കാണുവാൻ നമുക്ക് കഴിയും. അല്ലേലൂയ. പെട്ടെന്ന് വീട്ടിൽ ചില വിപത്തുകൾ, വ്യാധികൾ, അല്ലേലൂയ മരണങ്ങൾ, പോരാട്ടങ്ങൾ നേരിടുമ്പോൾ പറയും ഇത് ശാപമാണെന്ന് പറയും. അല്ലേലൂയ. പണ്ടുള്ള കാലഘട്ടം ഇന്നുള്ള കാലഘട്ടം നമ്മൾ വീട്ടിൽ വളർത്ത മൃഗങ്ങൾ രാത്രിയിൽ ആ മൃഗങ്ങളെ കണ്ടിട്ട് നമ്മൾ കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോൾ വളർത്ത മൃഗങ്ങൾ മരിച്ചു കിടന്നാൽ ചത്തു കിടന്നാൽ നമ്മൾ പറയും അത് ശാപമാണെന്ന് പറയും. ഒരു കുഴപ്പമില്ല. നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ പോരാട്ടങ്ങളും പനികളും കടുത്ത മറ്റ് ശാരീരിക അസ്വസ്ഥ ഉണ്ടാകും, നമ്മൾ പറയും പോരാട്ടമാണെന്ന് പറയും, അത് ശാപമാണെന്ന് പറയും. അല്ലേലൂയ. ദുർവ്യാധികൾ മരണങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ശാപമാണ്. അങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ഭവനത്തിനകത്ത് വിപത്തുകളും വ്യാധികളും മരണങ്ങളും പോരാട്ടങ്ങളും നേരിടുമ്പോൾ അത് ശാപമാണെന്ന് പറഞ്ഞ ശാപത്തിന് നീ അടിമപ്പെട്ട് നീ പോകാതെ ശാപത്തെ നീക്കി നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെ തരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്നെയും നിന്റെ കുടുംബത്തെയും ശാപത്തിന് തകർക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ഈ ശാപമെന്ന ആ വലിയ ശക്തിക്ക് മുമ്പിൽ പരാജയപ്പെട്ട് കിടക്കുന്ന കോടാനുകോടി ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, എല്ലാ മതങ്ങളിലും. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ മതങ്ങളിലും ശാപം നീക്കുവാനുള്ള ശുശ്രൂഷകൾ നടക്കുന്നു, ശാപം നീക്കുവാനുള്ള എല്ലാ കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ സമൂഹത്തിലും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, നീ ശാപം നീക്കുവാൻ വേണ്ടി, ശാപത്തെ മുറിക്കുവാൻ വേണ്ടി, ശാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി നീ ലോകം ചുറ്റി നടക്കാതെ, അതിനു വേണ്ടുന്ന ക്രിയകൾ കർമ്മങ്ങൾ ചെയ്ത് നടന്ന് നീ വീണ്ടും വീണ്ടും ശാപത്തിലേക്ക് പോകാതെ, ഹല്ലേലൂയ, ശാപം മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞ് ശാപം മാറ്റാൻ കഴിയുന്ന കർത്താവിന്റെ കരങ്ങളിൽ നിന്നെ നിന്റെ കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് വിപത്തുകളും വ്യാധികളും ദുർമന്ത്രവാദങ്ങളും ദുർഫോരുകളും അതുപോലെ തന്നെ മരണങ്ങളും പോരാട്ടങ്ങളെ നീക്കിക്കളഞ്ഞ് നിന്റെ കുടുംബത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ശാപം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബത്തിനകത്ത് എന്താ ഉള്ളത് പറയോ? സന്തോഷമാണ്. അതാണ് 118 സങ്കീർത്തനം 15 വാക്യം വായിക്കുന്നത്. നാം ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ നിന്റെ ഭവനമാകുന്ന കൂടാരത്തിൽ, നീയാകുന്ന നിന്റെ ശരീരമാകുന്ന കൂടാരത്തിലും ഉണ്ടാകണമെങ്കിൽ ശാപത്തെ നീക്കുവാൻ കഴിയുന്ന യേശുവിനെ നീ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഈ സ്തോത്രം ഹല്ലേലൂയ. മക്കളൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടുംബമായി വീട്ടിൽ താമസിച്ചു തുടങ്ങുമ്പോൾ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ കഴിയുമ്പോഴും മക്കളില്ല. അല്ലേ? മക്കളില്ലാത്തതുകൊണ്ട് ശാപമാണെന്ന് പറയും. അല്ലേ? അങ്ങനെ ശാപമാണെന്ന് പറഞ്ഞിട്ടില്ലേ എത്രയോ കുടുംബജീവിതങ്ങൾ ഡിവോഴ്സായി, എത്രയോ ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ തകർന്നുപോയി. മക്കൾ ഉണ്ടാകാത്തതിന് പേരിൽ എത്രയോ കുടുംബങ്ങൾക്കത്തെ സഹോദരിമാർ ആ ശാപത്തിന്റെ പേര് പറഞ്ഞ് വേദനിപ്പിക്കപ്പെടുന്നു, നിന്ദിക്കപ്പെടുന്നു. എത്രയോ ഭർത്താക്കന്മാർ ഭാര്യമാരെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ.
അവൻ മക്കൾ ഉണ്ടാകാതെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശാപം അവിടെ ആ സഹോദരിക്കായിരിക്കും. ഒരുപക്ഷെ ഭർത്താവിനായിരിക്കും മക്കളുണ്ടാക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ പുത്രോത്പാദന ശേഷി ഇല്ലാത്തത്. അത് മൂടി വെക്കും. അത് മൂടി വെച്ചിട്ട് എന്ത് ചെയ്യും? വീട്ടിലുള്ള പെണ്ണുങ്ങളെ വില ആ ശാപത്തെ അങ്ങോട്ട് ഇട്ടിട്ട് പല കുടുംബങ്ങൾക്കകത്തും പ്രശ്നം സൃഷ്ടിക്കുന്നത് എത്രയോ നമ്മൾ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിവോഴ്സായ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിവോഴ്സായി പോയ കുടുംബങ്ങൾ പിന്നീട് വിവാഹം കഴിച്ചപ്പോൾ ആ സഹോദരിക്ക് മക്കളുണ്ടായി. അല്ലേലിയ. അങ്ങനെ മക്കളുണ്ടായ കുടുംബങ്ങളൊക്കെ ഒത്തിരി എനിക്കറിയാം. എന്താ? ഭർത്താവിൻ്റെ വലിയ പുത്രോത്പാദന തടസ്സമായി നിൽക്കുന്ന, ആ സന്താനാത്മക തടസ്സമായി നിൽക്കുന്ന ആ ഭർത്താവിന്റെ ബലഹീനതയെ ഭാര്യയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ഭാര്യമാരെ വീട്ടിൽ പീഡിപ്പിക്കുന്ന ശാപമാണെന്ന് പറഞ്ഞ് നീ വന്ന് കീറിയത് ശാപമാണ്. നീ ഞങ്ങളുടെ കുടുംബത്തേക്ക് ആരുത്തിയത് ശാപമാണ്. നീ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് ശാപമാണ് എന്നൊക്കെ പറഞ്ഞ് എത്ര കുടുംബങ്ങളാണ് തകരുന്നത്. ശ്രോതാവേ, നിങ്ങൾ അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് ആരെയും വേദനിപ്പിക്കരുത്. നിങ്ങൾക്കൊരു മരുമോൾ വീട്ടിൽ വന്നാൽ ആ മകളെ മരുമോളെ മകളെ പോലെ ചേർത്ത് പിടിക്കണം. മകൾ അമ്മയെ പോലെ ചേർത്ത് പിടിക്കണം. അമ്മായിമ്മ മരുമോളെ മോളെ പോലെ ചേർത്ത് പിടിക്കണം. അവർക്ക് വൈകല്യങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് ശാപമാണെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ പീഡനമുറകളെ അഴിച്ചുവിടാതെ, അല്ലേലിയ, നിങ്ങൾ ആ ശാപത്തെ മാറ്റുക. കർത്താവോട് പ്രാർത്ഥിച്ച് നിന്റെ കുടുംബം ഐശ്വര്യമായി തീരും. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ കണ്ണുനീരോട് കൂടിയാണ്. ഞാൻ എൻ്റെ ജീവിത ശുശ്രൂഷയിൽ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ പലരും വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അവർക്ക് ആശ്വാസത്തിന് പറഞ്ഞു കൊടുക്കും. മലേറിയ, കാരണം നമ്മുടെ ശാപം മാറ്റുവാൻ കഴിയുന്നൊരു കർത്താവ് ഉണ്ടെന്നേ. എന്നെ കേൾക്കുന്ന സഹോദരി, നിനക്ക് പുത്രോത്പാദനമില്ലാതെ സന്താനോത്പാദനമില്ലാതെ നീ നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് നീ കുടുംബത്തിന് ശാപമാണെന്ന് പറഞ്ഞ് നീ വേദനയോടെ കഴിയുവാണോ? ഇന്ന് പോലെ കർത്താവ് നിന്റെ ശാപത്തെ മാറ്റുവാൻ കഴിയും. മലേറിയ, ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നുണ്ട്. എൻ്റെ ഒരു യശോദം. അപ്പൊ വിവിധ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ശാപങ്ങൾ മുഖാന്തരമാണ് വീട്ടിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് പലരും പരസ്പരം തകർന്ന് പോവുകയാണ്. സ്തോത്രം. ബിസിനസ് തകർന്നു, ശാപമാണ്. ജോലി നഷ്ടപ്പെട്ടു, ശാപമാണ്. മക്കൾ മദ്യത്തിന് മയക്കുവിന് ലഹരിക്ക് അടിപ്പെട്ട്, ശാപമാണ്. അല്ലേലിയ, സ്തോത്രം. ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളെ, ശാപമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് എത്ര കുടുംബങ്ങൾ. പ്രൈസ്. അന്ധവിശ്വാസം നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വസിക്കുന്നിടത്തോളം കാലം അന്ധവിശ്വാസം നീ ചെവി കൊടുത്തുകൊണ്ട് ശാപം എന്ന് പറയുന്ന നിന്റെ കണ്ടുകൊണ്ട് കാണാത്ത അദൃശ്യമായ ശക്തി നീ അടിമപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ആ ശാപത്തെ നീ വിശ്വസിച്ച് അതിലാണ് നീ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ തകർച്ചയെന്ന് നീ ചിന്തിക്കുന്നിടത്തോളം കാലം നിനക്ക് മോക്ഷം പ്രാപിക്കാൻ കഴിയില്ല, രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. ഈ ശാപത്തെ നീക്കുവാൻ പ്രിയ സ്നേഹിത യേശു ഭൂമിയിലേക്ക് വന്നത്. നിന്റെ കുടുംബത്തിന് ശാപം മാറ്റുവാൻ, നീ നിന്റെ കുടുംബം അനുഭവിച്ച ശാപം മാറ്റുവാൻ വേണ്ടിയിട്ടാണ് യേശു ഭൂമിയിൽ വന്നത്. പഴയ നിയമ പുസ്തകം വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ വായിച്ചു കേട്ട ഒരു ചരിത്രപശ്ചാത്തലം അടക്കം വിവിധ തലത്തിലുള്ള ആളുകൾ സഭയിൽ പ്രവേശിക്കരുത്, അവർക്ക് ശാപമാണെന്ന് പറഞ്ഞവരെ ഒഴിവാക്കി നിർത്തിയെങ്കിൽ പുതിയ നിയമസഭയ്ക്കകത്ത് ദൈവം ആരും ഒഴിവാക്കി നിർത്തുന്നില്ല. അല്ലേലൂയ. നമ്മുടെ ശാപത്തെ അവൻ ക്രൂശിൽ ഏറ്റെടുത്തു. നമ്മുടെ ശാപത്തിലൂടെ അവൻ ക്രൂശിൽ മരിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സകല ജനത്തിന്റെയും ശാപം മാറുന്നു. അല്ലേലൂയ. ഇതോടെ കർത്താവ് യേശുവിൽ വിശ്വസിക്കുമ്പോഴാകട്ടോ, വിശ്വസിച്ച് നമ്മളെ ക്രൂശ് മരണത്തിലേക്ക് നമ്മെ സമർപ്പിച്ച് അവന്റെ രക്തം കൊണ്ട് നമ്മൾ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിനെ രക്ഷകനാം പിതാവുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശാപങ്ങൾ നീങ്ങുന്നു, നമ്മുടെ ബന്ധനങ്ങൾ അഴിയുന്നു. പക്ഷെ നമ്മളെ വിശ്വാസത്തിലേക്ക് വരണം. അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും നീ ശാപമാണെന്ന് പറഞ്ഞ് നടക്കും. അല്ലേലൂയ. പ്രൈസ്. അപ്പൊ എന്തനർത്ഥം വന്നാലും പറയും ശാപം മാത്രം, എന്തനർത്ഥം വന്നാലും ശാപം മാത്രം. അങ്ങനെയല്ല, നിങ്ങൾ ആ വാക്കുകൾ തന്നെ ഉപയോഗിക്കാതിരിക്കണം. ശാപം എന്ന് പറയുന്ന ആ അദൃശ്യമായ ശക്തിക്ക് നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കരുത്. അല്ലേലൂയ. നിന്റെ ഹൃദയത്തിന് ഇടം നീ യേശുവിനോടൊക്കെ നിന്റെ ഹൃദയത്തിനകത്ത് സൃഷ്ടമായി ദൈവത്തിന് ഇടം കൊടുത്ത് ശാപം എന്ന് പറയുന്ന അദൃശ്യ ശക്തിയെ നിന്റെ ഹൃദയത്തിൽ നീ പുറത്താക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ശാപത്തിന്റെ പേരിൽ നീ നിന്റെ കുടുംബം തകർന്നു പോകരുത്. വീണ്ടെടുപ്പ് നിനക്ക് ലഭിച്ചത് എന്തിനാണ്? നീ എന്തിനാണ് വീണ്ടെടുക്കപ്പെട്ടത്? നീ എന്തിനാണ് കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിച്ചത്? നീ അനുഗമിച്ചിട്ട് ഇന്നും യേശുവിനെ അനുഗമിക്കുക. നീ ശാപമുണ്ട് എന്ന് പറഞ്ഞ് ഇന്നും നീ അതിന്റെ പിന്നാലെയാണെങ്കിൽ അല്ലേലൂയ, നിനക്ക് ഒരിക്കലും മോക്ഷം നേടാൻ കഴിയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ശാപത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കാം, അപ്പോൾ അറിയാം എന്റെ വിവരം. അല്ലേലൂയ. അപ്പൊ നമ്മൾക്ക് ആവർത്തന പുസ്തകം 21 അധ്യായം. അല്ലേലൂയ.
അതിൽ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ആവർത്തന പുസ്തകം 21-ാം അധ്യായം അല്ലേറിയ അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 22 തൊട്ട് വായിക്കാം. ഈ ആവർത്തന പുസ്തകം 21-ന്റെ 22, 23. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അല്ലിയ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത്, അന്നു തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത്. അപ്പോൾ അല്ലെ ഈ തൂങ്ങി മരണം എന്ന് പറയുന്നത് ശാപമാണ്. അതാണ് വേദപുസ്തകം പറഞ്ഞത്. നമ്മൾ ആവർത്തന പുസ്തകത്തിൽ 21-ന്റെ 23 വയസ്സ് തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാണ്. നമുക്കൊരു പ്രശ്നമുണ്ടായി, തൂങ്ങി മരിക്കാൻ യാതൊരു പ്രമാണവും ഇല്ലെന്ന് ഒരു പ്രമാണം വേദപുസ്തകത്തിൽ പറയുന്നില്ല. തൂങ്ങി മരിക്കുവാൻ ഒരു പ്രമാണം പറയില്ല. ആത്മഹത്യ എന്ന് പറയുന്നതെല്ലാം ശാപമാണ്. അത് തൂങ്ങി മരിച്ചാലും വിഷം കുടിച്ചാലും മണ്ണെണ്ണയൊഴിച്ച് പെട്രോളിച്ച് തീ കത്തിച്ചാലും കടലിൽ ചാടിയാലും നദിയിൽ ചാടിയാലും പുഴയിൽ ചാടിയാലും വണ്ടിക്ക് മുമ്പിൽ ചാടിയാലും മാരകമായി വിഷം കുടിച്ച് നീ സ്വയം ആത്മഹത്യ ചെയ്യുന്നതെല്ലാം ശാപമാണ്. നിനക്കൊരിക്കലും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുന്നില്ല. മരണം കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല സഹോദരി. മരണം കൊണ്ട് നിന്റെ ജീവിതം തീരുന്നില്ല. മരണാനന്തരം ഒരു ജീവിതം തുടങ്ങുകയാണ്. മരണാനന്തരം ഒരു ജീവിതം തുടങ്ങുന്നത് നിത്യതയിൽ ദൈവരാജ്യത്തിലായിരിക്കണമെങ്കിൽ ഭൂമിയിൽ നീ നേരെയോടെ ജീവിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് ശാപത്തിന് പരിഹാരം നൽകുന്ന, ശാപത്തെ നീക്കിക്കളഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നീ ജീവിതം നയിക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് നിത്യതയിൽ ചെല്ലുവാൻ കഴിയുള്ളൂ. അല്ലാതെ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി നീ സ്വയം ആത്മഹത്യ ചെയ്താൽ നീ ശപിക്കപ്പെട്ടവനാണ്. ശാപമാണ് നിന്റെ ജീവിതത്തിൽ. അതിന് പരിഹാരക്രിയകളൊന്നുമില്ല കേട്ടോ. പരിഹാരക്രിയകളൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. എന്നാൽ ശപിക്കപ്പെട്ടവന്റെ ജീവിതത്തെ, ശാപമുള്ളവന്റെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ ശാപം മാറ്റാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പരിഹാരം വന്നിട്ടുമില്ല. നിന്റെ പണം നഷ്ടപ്പെടുന്നതല്ലാതെ. കഴിഞ്ഞ കാലം അനവധി ദൈവമക്കൾ അല്ലെ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയ്ക്കകത്ത് ആത്മാവിൽ ആരാധിച്ച അനവധി ദൈവമക്കൾ തൂങ്ങി മരിച്ചു. ലേലിയ നമ്മൾ കേരളത്തിലെ സ്ഥിതി പലയിടത്തും ചിന്തിച്ച് ഞാൻ പ്രത്യേകിച്ച് എന്നോട് പറയുന്നില്ല, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് കേട്ടതാ. ഒരുപാട് ദൈവമക്കൾ തൂങ്ങി മരിച്ചു കുടുംബ പ്രശ്നം മുഖാന്തരം. അപ്പം വീണ്ടെടുക്കപ്പെട്ട് ശാപമോചനം പ്രാപിച്ച, ശാപത്തിന് വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ, ആത്മാവിൽ ആരാധിച്ച ദൈവമക്കൾ തൂങ്ങി മരിച്ചാൽ ആ മനുഷ്യൻ ശാപഗ്രസ്തനാണ്. അവന് നിത്യതയിൽ അവൾക്ക് നിത്യതയിലെത്താൻ കഴിയത്തില്ല. നമ്മൾ പറയും നിത്യതയിൽ വസിക്കുന്നു, അല്ലെങ്കിൽ ആമേ നിത്യതയിൽ ഉറങ്ങുന്നൊക്കെ പറയും. പക്ഷെ നിത്യത രണ്ടാകട്ടോ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശാപത്തിന് പരിഹാരം വരുത്തി വിശുദ്ധ ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ നേരായ മാർഗത്തിലൂടെ ദൈവം തന്നിരിക്കുന്ന ആ പ്രായം അനുസരിച്ച് ദൈവം നമ്മൾ വിളിക്കുന്ന സമയത്ത് വേർതിരിക്കുമ്പോൾ ആ മരണം നമുക്ക് വിലയേറിയ, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അതാണ് നമ്മൾ 114 സംഗീതത്തിന്റെ 114 സംഗീതം വായിക്കുമ്പോൾ 116 തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയ, തൂങ്ങി മരിച്ചവന്റെ മരണം ശാപവും. അപ്പം ഭക്തന്മാർ മരിച്ചാൽ അവർ നിത്യതയിലെത്തും. തൂങ്ങി മരിക്കുന്നവനും ആത്മഹത്യ ചെയ്ത് മരിക്കുന്നവനും ഒക്കെ നിത്യമായ നരകത്തിൽ, അവിടെ നിത്യത നരകത്തിൽ. അവിടുന്ന് ഒരിക്കലും മോചനമില്ല. അല്ലെ നിങ്ങൾ വേദപുസ്തകം പഠിച്ചു നോക്ക്. അപ്പം ഇവിടെ അതുകൊണ്ടാണ് വചനം പറയുന്നത്, തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തരാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ വചനമുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇതൊന്നും കേൾക്കാത്ത അനവധി ആളുകൾ. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് നോക്കണം. ലോകത്തിൽ ഒരേ ഒരു രക്ഷകൻ, രക്ഷയുടെ ആധാരം, രക്ഷയ്ക്ക് ആശ്രയം, രക്ഷ നൽകുന്നവൻ, രക്ഷകൻ, നാം സൃഷ്ടാവായി ദൈവം, ഈ കാണുന്ന സകല ഭൂമി സൃഷ്ടിച്ചവൻ, സകല ജരാചരങ്ങളിൽ സൃഷ്ടിച്ചവൻ, സകലത്തിനും ജീവൻ കൊടുക്കുന്നവൻ, അല്ലേ, സകലത്തെ നിയന്ത്രിക്കുന്നവൻ, സർവ്വവ്യാപിയായവൻ, സർവശക്തനായ നമ്മുടെ രക്ഷകൻ, സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിതി തൊട്ട് കൊട്ടാര വരെ പാർക്കുന്ന സകല ജനത്തിന്റെ രക്ഷകനിലേക്ക് നിങ്ങൾ നോക്കുക. അവൻ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റും. യേശുവിന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റും. ഒരു ദൈവസഭയുടെ ഒരു ശുശ്രൂഷകന്, ഒരു മതത്തിന്റെ പുരോഹിതന് ഒരിക്കലും നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ശുശ്രൂഷ ഭൂമിയിൽ ഒരു മതങ്ങൾക്കും ദൈവം കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ,
ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഏത് ശാപങ്ങൾ വന്ന് അലയടിച്ചുകൊണ്ടിരുന്നാലും അവനെ നോക്കി, ഹല്ലേലൂയ, അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനാൽ നീ നിറയപ്പെട്ട്, അപ്പാ എന്റെ കുടുംബത്തിന്റെ ശാപത്തെ നീക്കി, എന്റെ കുടുംബത്തെ വ്യാധിയെ മാറ്റി, ദുർമരണങ്ങളെ മാറ്റി, മഹാവ്യാധികളെ മാറ്റി, പോരാട്ടങ്ങളെ മാറ്റി എന്റെ കുടുംബത്തെ സ്വതന്ത്രമാക്കണമെന്ന് രക്ഷകനായിരിക്കുന്ന യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ മാറ്റി നിന്റെ കുടുംബത്തെ അനുഗ്രഹമാക്കി മാറ്റും. അല്ലാതെ നിങ്ങളോട് പണം ചെലവഴിച്ച് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ശാപത്തിൽ കെട്ടപ്പെടുക. പല ആളുകളും അനുദിന ശാപത്തിൽ കെട്ടപ്പെടുകയാണ്. ശാപത്തെ നീക്കുവാൻ കഴിയുന്ന യേശുവിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ യേശുവിലേക്ക് വരണം. ഹല്ലേലൂയ. നിങ്ങളുടെ ശാപത്തെ അനുഗ്രഹമാക്കി തീരും. തീർച്ചയായും അവൻ നിങ്ങളുടെ ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ. നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നവൻ, അത് നിന്റെ കുടുംബത്തിനകത്ത് ഏതുവിധ ശാപമാണ് നിലനിൽക്കുന്നതെങ്കിലും ആ വിധ ശാപത്തെ എല്ലാം നീക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രപഞ്ച സൃഷ്ടാവ്, ഈ കാണുന്ന പ്രകൃതിയെ സൃഷ്ടിച്ചവൻ, അണ്ടകടാകത്തെ അഖിലാണ്ടത്തിന്റെ ഉടയവൻ, അല്ലെങ്കിൽ സകലത്തെ നിർമ്മിച്ചവൻ, ഈ ബ്രഹ്മാണ്ടത്തെ അടക്കി ഭരിക്കുന്ന മാനകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി അവന്റെ ശാപത്തെ നീക്കുവാൻ വേണ്ടി, അവന് ശാപമോചനം കൊടുക്കുവാൻ, ശാപത്തെ അവൻ അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടി ആമീൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യൻ തന്നെത്താൻ ഒഴിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന ക്രൂശിലെ മരണത്തോളം അനുസരണനായി തീർന്ന യേശു കർത്താവ്, അല്ലെങ്കിൽ യേശുവിനെ നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയും. പ്രൈസ്. അപ്പൊ നിന്റെ കുടുംബത്തിന്റെ ഏത് ശാപത്തെ നീക്കുവാൻ ആർക്ക് കഴിയും? യേശുവിന് കഴിയും. പ്രൈസ്. ഇവിടെ ഒരുപാട് പേര് എൻ്റെ പാസ്റ്റർ ശാപമാണെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ശാപമാണ് എങ്കിൽ പ്രാർത്ഥിക്കണം പറയുന്നത്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. കാരണം ഒരു മനുഷ്യൻ ശാപമാണ് അവൻ്റെ വീട്ടിൽ ശാപമുഖാന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്ത വന്നാൽ ആ മനുഷ്യന്റെ ചിന്താഗതിയെ മാറ്റി അവന്റെ കുടുംബത്തിൽ ശാപം നീക്കുവാൻ കഴിയുന്ന ഒരു യേശു ഉണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുത്തി ആ യേശുവിൽ വിശ്വസിച്ചാൽ അതിൻ്റെ ശാപം മാറുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുവാൻ, അവരെ ആ വഴിയിലേക്ക് നടത്തുവാൻ എനിക്ക് കഴിയും. പക്ഷെ അവരുടെ ശാപത്തെ മാറ്റാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥ ചെയ്യുവാൻ, അവർ അനുഭവിക്കുന്ന ദുരന്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ, മോചനം കൊടുക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് അവരെ നയിച്ച് അവരുടെ ശാപം യേശുവിലൂടെ മാറ്റാൻ കഴിയും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചാൽ ഈ ശാപത്തെ മാറ്റുന്നതാരാ? നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. കാരണം ആ അധികാരം കർത്താവിനാണുള്ളത്. സ്തോത്രം. ദൈവം ചില പ്രത്യേക സമയങ്ങളിൽ ദൈവദാസന്മാരെ പ്രത്യേകമായി അഭിഷേകം ചെയ്ത്, ദൈവമക്കളെ പ്രത്യേകമായി അഭിഷേകം കൊടുത്തിട്ട് ചില കുടുംബത്തിന്റെ ശാപങ്ങൾ നീക്കുവാൻ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. അങ്ങനെയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷ ഞാൻ ചെയ്തിട്ടുണ്ട്. ശാപിക്കപ്പെട്ട് കിടന്ന ശാപമാണെന്ന് പറഞ്ഞ് ഉയർച്ചയില്ലാതെ തലമുറകൾ ഈ കുടുംബം നശിച്ചത് യാതൊരു വിധത്തിലും ഗതിയില്ലാതിരുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ശാപമാണെന്ന് പറഞ്ഞ് ശാപത്തിന്റെ കെട്ടുകൾ കൊണ്ട് കുടുംബം തകർന്നു കിടന്ന ചില കുടുംബങ്ങൾക്കകത്ത് അഭിഷക്തന്മാരുടെ കാലുകൾ കുത്തി അവർ ദൈവത്തിന്റെ വചനം പറഞ്ഞ് യേശുവിനെ കുറിച്ച് പറഞ്ഞ് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള ശാപത്തിന്റെ കെട്ട് കഴിഞ്ഞ അനവധി കുടുംബങ്ങളെ എനിക്കറിയാം. ഞാനും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ദൈവം ചെയ്യും കേട്ടോ. പക്ഷെ നമ്മളിതിന്റെ എല്ലായിടയ്ക്കും മധ്യസ്ഥനാണ്. നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതിന്റെ മഹത്വം മുഴുവൻ കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. പലരും കർത്താവിന് മഹത്വം കൊടുക്കത്തില്ല, സ്വയം ഏറ്റെടുക്കുക മഹത്വമെല്ലാം. ഇവിടെ നമ്മൾ തീർച്ചയായും നിങ്ങളുടെ ശാപത്തെ മാറ്റുവാനുള്ള ശക്തി നമ്മുടെ കർത്താവിനുണ്ട്. നിങ്ങളുടെ ശാപത്തെ മാറ്റുവാനുള്ള ശക്തി ഹല്ലേലൂയ നമ്മുടെ കർത്താവിനുണ്ട്. പ്രൈസ്. അല്ലെ, മനുഷ്യൻ കാരണമില്ലാതെ നിങ്ങളെ ശപിക്കുമ്പോൾ ആ ശാപങ്ങൾ നിങ്ങളെ ആക്രമിക്കത്തക്ക വിധം കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ആമേൻ അതിനെ നീക്കിക്കളയും. മനുഷ്യൻ നിങ്ങളെ ശപിക്കുമ്പോൾ, മനുഷ്യൻ നിങ്ങളെ ശാപവാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ആ ശാപം നിങ്ങളെ ആക്രമിക്കാത്ത വിധത്തിൽ കർത്താവ് നിങ്ങൾക്ക് കോട്ടയായി മാറും. ഹല്ലേലൂയ. ചില ഭവനങ്ങളിൽ ചില ആളുകൾ, ചില മാതാപിതാക്കൾ പറയും, നീ മുടിഞ്ഞു പോകുകയുള്ളൂ, നീ ശപിക്കപ്പെട്ടവൻ, നീ ശപിക്കപ്പെട്ടവളാ, നീ നിന്റെ കുടുംബം നശിച്ചു പോകുകയുള്ളൂ. അമ്മായിയും മരുമോളോട്, മരുമോൾ അമ്മായിയും അപ്പനും മക്കളും എല്ലാം അയൽവാസികളൊക്കെ എപ്പോഴും നീ മുടിഞ്ഞു പോകുകയുള്ളൂ നീ പ്രശ്നം പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മൾ ഈ അതിര് തർക്കങ്ങളും കുടുംബ വഴക്കുകളും കുടുംബ പ്രശ്നങ്ങളും അയൽവാസികൾ തമ്മിൽ ശണ്ടയിടുമ്പോഴും കുടുംബ സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എല്ലാവരും വിളിച്ചു പറഞ്ഞതാ, നീ ഒരിക്കലും ഗതി പഠിക്കത്തില്ല, നീ മുടിഞ്ഞു പോകും, നീ ശപിക്കപ്പെട്ടവനായി. ഇതൊക്കെ ഒന്ന് ഉച്ചരിക്കാൻ കൊള്ളുന്ന ഭാഷയല്ല.
മറ്റൊരാളെ ശപിക്കാൻ നിനക്കെന്ത് കാര്യം? മറ്റൊരു കുടുംബത്തെ, മറ്റൊരു വ്യക്തിയെ ശപിക്കാൻ നിനക്കാരാണ് അധികാരം തന്നത്? മറ്റൊരു കുടുംബത്തെ ശപിക്കുവാനും നീ പറയുന്ന ശാപം ആ കുടുംബത്തിൽ വരുമെന്ന് നിന്നോട് പറഞ്ഞ് നിന്നെ പ്രേരിപ്പിക്കുന്ന സാത്താനം. നീ ശപിച്ചതുകൊണ്ട് ഒരു കുടുംബം ശാപത്തിലേക്ക് വരത്തില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങൾ തലേ കൈ കെട്ടി വെച്ചുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ രണ്ട് കൈയും തലയിൽ വെച്ചുകൊണ്ട് നീ പറയാ അവൻ നിങ്ങൾ പറയാ അല്ലേ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും സംഭവിക്കത്തില്ല. ഞാനത് പറയാൻ കണ്ട എന്നോട് ഒരുപാട് പേരത് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഒരുപാട് പേര് എൻ്റെ ജീവിത സ്വഭാവം കൊണ്ട്, എൻ്റെ ജീവിത രീതി കൊണ്ട്, എൻ്റെ ജീവിതത്തിന്റെ ക്രമീകരണമില്ലാത്ത ജീവിതങ്ങൾ കൊണ്ട് ഒരു കാലഘട്ടത്തിൽ എന്നെ ഇതുപോലെ ജനം ശപിച്ചിട്ടുണ്ട്. എൻ്റെ ഏരിയ ഇതുപോലെ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ എന്നോട് മാറാൻ നീ ദേശത്തിന്റെ അയൽവാസികൾ അവരുടെ മുഴുവൻ ശാപം മേടിച്ചു വെച്ചിരിക്കുകയെന്ന് പറയും. ഏരിയ അറിയില്ലല്ലോ. എന്നാൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ, യേശുവിനെ ഞാൻ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, എൻ്റെ മേൽ ഉണ്ടായിരുന്ന സകല ശാപങ്ങളെയും യേശു മാറ്റി. ആ ശാപത്തെ മാറ്റി എന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു. എത്താൻ ചെയ്യും. ശാപത്തിന് എൻ്റെ മേൽ വാസം ചെയ്യാൻ പറ്റത്തില്ല. ശാപമെന്ന് പറയുന്ന അദൃശ്യമായ ശക്തിക്ക് ഞാൻ കീഴ്പ്പെടുത്തുമില്ല. അതുകൊണ്ട് ശാപമെന്ന് പറയുന്ന അദൃശ്യമായ ശക്തി നീ കീഴ്പ്പെടാതെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തിയിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെട്ട് നിൽക്കുന്നെങ്കിൽ നിന്നെ ഒരു ശാപത്തിനും തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, സ്തോത്രം, ഈ സദൃശ്യവാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, സദൃശ്യവാക്യം 26 അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതി: കുരുകിൽ പാറിപ്പോകുന്നതും വീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കാരണം കൂടാതെ ശാപം പറ്റിയില്ല. ശാപം പറഞ്ഞാൽ എന്തിനും കാരണം വേണം. പ്രൈസോ ഹല്ലേലൂയ. നീ നിന്റെ സഹോദരനെ അടിച്ചു കൊന്നാൽ, നിന്റെ അപ്പനെ അമ്മയെ അടിച്ചു കൊന്നാൽ, നിന്റെ അപ്പനെ അമ്മയെ ഉപദ്രവിച്ചാൽ, നിന്റെ അപ്പനെ അമ്മയെ വേദനിപ്പിച്ചാൽ, നിന്റെ ഭാര്യയെ നീ അടിച്ചു കൊന്നാൽ, അയൽവാസിയെ നീ തല്ലിക്കൊന്നാൽ, വെട്ടിക്കൊന്നാൽ, അതൊക്കെ ശാപമാണ്. അതൊക്കെ കാരണമുണ്ട്. അങ്ങനെ വിവിധ കാരണങ്ങൾ മുഖാന്തരം നമുക്ക് ശാപം കടന്നു വരാം. പ്രൈസോ എന്ന് പറഞ്ഞാൽ കുരുകിൽ പാറിപ്പോകുന്നതും വീവൽ പക്ഷി പറന്നു പോകുന്നത് പോലെ, ഹല്ലേലൂയ, കാരണം കൂടാത്ത ശാപം, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് പറ്റിയില്ല. അപ്പം വീവൽ പക്ഷി, ഹല്ലേലൂയ, ആമേ, കുരുകിൽ അല്ലെങ്കിൽ പാറിപ്പോകുന്ന വീവൽ പക്ഷി പറന്നു പോയതെന്ന് എത്ര നൂറ്റി നേരങ്ങൾ കൊണ്ടാണ്. കണ്ണി വെക്കുന്നിടയിൽ അവയെല്ലാം നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോകുന്നത് പോലെ കാരണം കൂടാത്ത ശാപം നിനക്ക് പറ്റുകയില്ല. കാരണങ്ങൾ വേണം ശാപം നിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ. അല്ലാതെ ആരെങ്കിലും നിനക്ക് ശാപം ഉണ്ടെന്ന് പറഞ്ഞ് നീ അതിനകത്ത് നീ ബന്ധിക്കപ്പെട്ടു പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പലരും അങ്ങനെ. നിങ്ങൾക്കൊരു നന്മ കിട്ടാതിരുമ്പോൾ, നിങ്ങൾക്കൊരു ജോലി കിട്ടാതിരുമ്പോൾ, നീ ജോലി നഷ്ടപ്പെടുമ്പോൾ നീ പറയും ശാപമെന്ന് പറയാം. അല്ല സഹോദര, ശാപം വരണമെങ്കിൽ കാരണം വേണം. അതിന്റെ തക്കതായ കാരണം വേണം. കോടതി നിങ്ങളെ ശിക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു കേസ് കോടതിയിലെത്തിയ കോടതി നിങ്ങളെ ശിക്ഷിക്കുമ്പോൾ നിങ്ങളുടെ പേരിൽ കാര്യകാരണകരമായ തെളിവുകളടക്കം നിരത്തി വെച്ച് നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിയുമ്പോൾ ആ കോടതി നിങ്ങളെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിരപരാധി ക്രൂശിക്കപ്പെടുന്നുണ്ട്. അത് മറ്റൊരു വശം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അങ്ങനെ നമ്മളിവിടെ കാണുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ കോടതി, ഹല്ലേലൂയ, ഭൂമിയിലെ കോടതി അങ്ങനെ നിന്റെ മേലുള്ള കുറ്റങ്ങൾ മാറ്റി, നിന്റെ ശാപങ്ങളെ മാറ്റി നിന്നെ അതിൽ ഒഴിവാക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ സ്വർഗീയമായ കർത്താവിന്റെ കോടതിയിൽ, ഹല്ലേലൂയ, കർത്താവ് സ്വർഗസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവൻ ന്യായപാലനം ചെയ്യുക. അവൻ പറയുക, കാരണം കൂടാതെ നിനക്ക് ശാപം പറ്റുകയില്ലെന്ന്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ ഒരുത്തൻ ശപിക്കുമ്പോൾ അത് കർത്താവ് കാണുന്നു, കർത്താവ് നോക്കും. ഹല്ലേലൂയ. ആ ശാപം നിനക്ക് ആ ശാപം നിന്റെ മേൽ വരണോ വരണ്ടയോ എന്ന് തീരുമാനിക്കുന്ന, ശാപം നിന്നെ ആക്രമിക്കണമെന്ന് തീരുമാനിക്കുന്ന കർത്താവ്. ആ ശാപം നിന്റെ മേൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നിനക്ക് കോട്ടയായി മാറുന്നത്. അതുകൊണ്ടാണ് 46 സംഗീതം 1 വായിക്കുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും വരവും കഷ്ടങ്ങളും ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നു. ഹല്ലേലൂയ. അത് ദൈവം നിന്റെ സങ്കേതവും കോട്ടയുമായി കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നുണ്ട്. ആരുടെ ശാപം നിന്നെക്കും നിന്റെ കുടുംബത്തിനും വ്യാപരിക്കാത്ത വിധത്തിൽ ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന യേശു കൊണ്ടെന്ന് രക്തം ചെയ്യും. പ്രൈസോ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് ഞാനും പാപത്തിന്റെ ശാപത്തിന്റെ കെട്ട് എനിക്കുണ്ടെന്ന് പറഞ്ഞ് ഞാനും അതിന് അടിമപ്പെട്ട കാലഘട്ടമുണ്ട്.
എന്നാൽ യേശുവിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ശപിക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നെ ശപിക്കുവാനും എൻ്റെ മേൽ ശാപം കൊണ്ടുവരുവാൻ ഈ ഉലകത്തിലൊരു വ്യക്തിക്കും കഴിയില്ല. കാരണം വീണ്ടെടുപ്പിന്റെ വില കൊടുത്തവൻ യേശുവാ. അവനാണ് രക്തം ചൊരിഞ്ഞവൻ, അവന്റെ ശരീരമാണ് തകർക്കപ്പെട്ടത്, അവനാണ് കാൽവരിയിൽ ക്രൂശ് ചുമന്നുകൊണ്ട് ഗൊൽഗോത്തായിൽ നമുക്ക് വേണ്ടി മരിച്ചതും അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റും സ്വർഗ്ഗാരോഹണം നമുക്ക് വേണ്ടി മധ്യസ്ഥായിക്കുന്ന യേശുവാ. അതുകൊണ്ട് കാരണം കൂടാതെ ഒരു ശാപം നിലവിൽ വരികയില്ല. വിശ്വസിക്കണം യേശു. അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ഒരു ശാപവും കിടക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ശാപം വരാൻ വേണ്ടി ജീവിക്കുകയും ചെയ്യരുത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അന്ന് ഇസ്രായേലിനെ ശപിക്കുവാൻ വേണ്ടി ബിലയാം പുറപ്പെട്ടു വന്നു. തന്റെ ജനങ്ങളെ ശപിക്കരുത് കർത്താവ് ബിലയാമിനെ എത്രയോ പ്രാവശ്യം തടഞ്ഞു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. സംസാരിക്കാൻ കഴിയാത്ത കഴുത മുഖാന്തരം അവരോട് സംസാരിപ്പിച്ചു. പ്രവാചകന്റെ ഉൾക്കണ്ണുകളെ തുറന്നു. ശപിക്കുവാൻ വന്ന അവന്റെ ശാപത്തെ മാറ്റി ഇസ്രായേലിനെ അനുഗ്രഹിക്കും വിധം ബിലയാമിനോട് ദൈവം ഇടപെട്ടു. ഹല്ലേലൂയ. ബിലയാമിനെ കൊണ്ടുവന്ന എന്തിനാ? ഇസ്രായേലിനെ ശപിക്കാൻ. അങ്ങനെ കഴുതയിൽ കൂടി പോലും ദൈവം എന്ത് ചെയ്തു? ബിലയാമോട് സംസാരിച്ച് ബിലയാമിന്റെ ഉൾക്കണ്ണുകളെ തുറന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വന്ന ബിലയാം ഒടുവിൽ എന്ത് ചെയ്തു? ഇസ്രായേലെ അനുഗ്രഹിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാരണം കൂടാതെ ശാപം പറ്റത്തില്ല കേട്ടോ. ഇന്ന് ആരെങ്കിലും ശാപമാണെന്ന് പറഞ്ഞ് നീ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീ അതിന് മോചനം പ്രാപിച്ചോണം. നീ പറയണം, ഇപ്പൊ പറയണം, യേശു കാരണം കൂടാതെ ശാപം എനിക്ക് വരികയില്ല, അത് പറ്റിയില്ലെന്ന് ഇപ്പോൾ നീ എന്നോട് ഇപ്പം ചേർന്ന് പറ. ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയട്ടെ, ഈ പ്രഭാതത്തിൽ ശാപം മാറ്റാൻ വേണ്ടി നീ എവിടെയെങ്കിലും പോകാൻ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കാരണം കൂടാതെ ശാപം നിനക്ക് പറ്റിക്കരുതിന്റെ പണം കൊണ്ട് നീ കാമി കൊടുക്കരുതിന്റെ പണം കൊണ്ട് നീ വഞ്ചിക്കപ്പെടരുത്. ശാപം നീക്കുവാൻ ഭൂമിയിൽ ഉലകത്തിലൊരു വ്യക്തിക്ക് കഴിയില്ല. ശാപത്തെ നീക്കി അനുഗ്രഹമാക്കി തരുവാൻ യേശുക്രിസ്തു മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് യേശുവിലേക്ക് നിന്റെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, യേശുവേ എൻ്റെ കുടുംബത്തിൽ ശാപം മാറ്റി, എൻ്റെ തലമുറയുടെ ശാപം മാറ്റി, എൻ്റെ ജീവിത പങ്കാളി ശാപം മാറ്റി. ഹല്ലേലൂയ. കുഞ്ഞുണ്ടാകത്തില്ല, നന്മയുണ്ടാകത്തില്ല, ജോലി ലഭിക്കത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല, കുടുംബം ശരിയാകത്തില്ല എന്നൊക്കെ ജനം പറഞ്ഞ് ശപിക്കുമ്പോൾ ആ ശാപത്തെ നീക്കി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ എന്റെ കണ്ണുനീര് തുടയ്ക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ നാപ്പത്തോടെ ദൈവസ്ഥലേക്ക് വരുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ കുടുംബം അനുഗ്രഹമായി മാറും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ക്രൂശിലേക്ക് നോക്കുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ ക്രൂശിനെ നോക്കണം, അല്ലെങ്കിൽ ക്രൂശിലേക്ക് നോക്കണം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം, അല്ലെങ്കിൽ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവും നമുക്ക് വേണ്ടി ശാപമായി തീർന്ന ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അതെ, പഴയ നിയമത്തിൽ നമ്മൾ ഈ 21-ാം അധ്യായം, അല്ലെ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 21-ാം അധ്യായം അതിന്റെ 22-23 വാക്യം നമ്മൾ വായിച്ചു. ആമെ തൂങ്ങി മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. നല്ലൊരു ഇഷ്ടം. നമ്മൾ ആവർത്തന പുസ്തകം 23-ൽ വായിച്ചു. ആമെ 1 മുതൽ 8 വരെ വാക്യങ്ങളിൽ ശപിക്കപ്പെട്ടവൻ ആരുടെ ശാപം വന്ന. ഇവിടെ എല്ലാം വന്നത് പുതിയ നിയമത്തിലേക്ക് വന്ന് പറയുകയാണ്, ഹല്ലേലൂയ, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടു എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിൽ ആ ശാപമായി തീർന്നു. അത് യേശു നമുക്ക് വേണ്ടി ആ ക്രൂശിൽ, ഹല്ലേലൂയ, ക്രൂശിൽ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന് ശാപത്തിന് നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് ഇനി നിന്റെ മേൽ ശാപത്തിന് അധികാരമില്ല. നിന്റെ ശാപത്തിന് വേണ്ടി യേശു നിനക്ക് വേണ്ടി ശാപമായി ക്രൂശിൽ തീർന്നു. അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി തൂങ്ങി നിന്റെ ശാപത്തെ മാറ്റുവാൻ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ ഒരു ശാപത്തിന് നിന്റെ കുടുംബത്തെ തകർക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. പഴയ നിയമ പ്രമാണത്തിൽ അനുഭൂതി ശാപത്തിന്റെ കഥകൾ വായിച്ച് പലർക്കും ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയാതിരുന്നപ്പോൾ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ്, ഹല്ലേലൂയ, എന്നെഴുതി ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്ന് നാം ആയിരുന്ന ശാപത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ശാപത്തിന്റെ ആ അനുഭവത്തെ മാറ്റിയ ബന്ധനം മാറ്റി ആ ശാപത്തിന്റെ ശക്തി ദൈവം നമ്മെ വീണ്ടെടുത്തു, യേശു നമ്മെ വീണ്ടെടുത്തു. അതുകൊണ്ട് നിന്റെ മേൽ ശാപത്തിന് അധികാരമില്ല. രക്തം ചെയ്യും.
യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അതുകൊണ്ട് ഇനി നീ ഒരിക്കലും തൂങ്ങി മരിക്കാനായിട്ട് ഇടയാകരുത്. നീ തൂങ്ങി മരിച്ചാൽ നീ ശപിക്കപ്പെടും. ഇന്ന് രാവിലെ ആരെങ്കിലും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ജീവനെടുക്കുവാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി തയ്യാറിരിക്കുന്നുണ്ടെങ്കിൽ നീ അത് ചെയ്യരുത്. നീ ശപിക്കപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവളാണ്. നിന്റെ പ്രശ്നങ്ങൾക്ക്, നിന്റെ ശാപത്തെ മാറ്റി, നീ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ മാറ്റി നിന്നെ വിടിവിക്കാൻ, നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ, ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു യേശു കൊണ്ട്. അവൻ നിനക്ക് വേണ്ടി 2025 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ അവൻ നിനക്ക് വേണ്ടി ശാപമായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി നിന്റെ മേൽ ശാപമില്ല കേട്ടോ സോദാവേ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ശാപം മുറിക്കുന്നു പറയുന്നിടത്തേക്ക് നീ പോയി വീട് കിടക്കരുത് കേട്ടോ. ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് നീ അതിനകത്ത് ബന്ധിക്കപ്പെട്ടു പോകരുത്. കാരണം ശാപത്തിന്റെ ശക്തി അത്ര വലുതാ. അതിനെ നിന്റെ കുടുംബത്തിലേക്ക് നീയായിട്ട് കൊണ്ടുവരരുത്. സ്തോത്രം. അതുകൊണ്ടാണ് മരത്തിനിൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ നിങ്ങൾ കർത്താവിന്റെ മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കണം. ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കണം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കണം. സ്തോത്രം. അതിൽ സ്വർഗത്തിനും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർവരുവാൻ കാരണമായി തീർന്ന പിതാവിന്റെ സന്നിധി മുട്ടുകുത്തുന്നുവെന്ന് പൗലോസ് പറയുന്ന പോലെ സ്വർഗത്തിനും ഭൂമിയിലുള്ള സകല കുടുംബത്തിന് ശാപം മാറ്റി അനുഗ്രഹമാക്കി തീർക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ പേരുമാറ്റി നിന്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹത്തിന്റെ നന്മകളും പേരുകളും നിന്റെ കുടുംബത്തെയും വ്യാപിക്കുവാൻ തുടങ്ങും. അത് നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും. ഒരു ശാപം നിനക്ക് ഭരിക്കുകയില്ല. സ്തോത്രം. വലിയ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരും. 22-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട് പുതിയ പർദീസയെ കുറിച്ചാണ് പറയുന്നത്. പുതിയ യെരൂശലേമിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഇങ്ങനെ കാണും: വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ പുറപ്പെടുന്നതായി പടക് പോലെ ശുദ്ധമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദി ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. ആ വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകിയില്ല. യാതൊരു ശാപവും. പുതിയ യെരൂശലേമിൽ ഒരു ശാപവും ഇല്ല കേട്ടോ. ഹല്ലേലൂയ. ഒരു ശാപവും അവിടെ ഇല്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ആദാമിന്റെ അനുസരണക്കേടിനാൽ ഭൂമിയിലുള്ളമായ ശാപം പൂർണ്ണമായും പുതിയ യെരൂശലേമിൽ മാറ്റപ്പെടുന്നു. ഇനി പാപമില്ലാത്തതിനാൽ അല്ലെങ്കിൽ ശാപവും ഉണ്ടാകിയില്ല. ദൈവമക്കൾ ഭൂമിയിൽ വെച്ച് ആരാധിച്ചു തുടങ്ങുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, യേശുവിനെ സ്വന്തം രക്ഷിതാംബിതമായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനയായ സ്നാനത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ഒരു ശാപത്തിനും പ്രാധാന്യമില്ല. അത് കണ്ടലുടയ്ക്കാമോ? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ചു വന്നത്: നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ നിന്റെ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. അതായത് നിങ്ങളുടെ ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കുക യേശുകൊണ്ട്. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരയ്ക്ക് പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോക രാജ്യം 800 കോടി ജനം, ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൊണ്ടുവിട്ട് കൊട്ടായത് വരെ പാർക്കുന്ന വലിയൊരു ചെറുവിലെ രാജ്യരാഷ്ട്ര തലവന്മാരടക്കമുള്ള എല്ലാ ജനങ്ങളെയും, എല്ലാ ദ്വീപുകളിലും ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്നവർ, കർത്താവ് ശൈശവത്തിനും ഭാര്യ കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിൽ അച്ഛന യാജ ഓർഫണ ജോർഡൻ തലമുറയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറയില്ലാത്തൊരു പേരിൽ, ബിസിനസ് നഷ്ട ജോലിയില്ലാത്തൊരു പേരിൽ, വൈകല്യങ്ങൾ ഉള്ളൊരു പേരിൽ കർത്താവ് സ്വതം വിവിധമായ കുറവുകൾ മനുഷ്യനുള്ളതിന് പലരും ശപിക്കുന്ന അനുഭവങ്ങൾ, മനുഷ്യൻ തമ്മിൽ ശപിക്കുന്ന അനുഭവങ്ങൾ, കർത്താവ് അതെല്ലാം ജനത്തിൽ നീക്കിക്കളഞ്ഞ് ശാപത്തെ അനുഗ്രഹമാക്കുന്ന യേശു ക്രിസ്തുവിൽ കടന്നു വന്ന് ഈ ജനം കർത്താവിലൂടെ വിശുദ്ധ ജീവിത പാട്ടയാകണമേ. അല്ലെങ്കിൽ ആഭിചാരൻ യാക്കോബിന് പറ്റിയില്ല, ലക്ഷണത്തിനായി സ്വരിക്കില്ലെന്ന് ഇന്നും വചനം ഉണ്ടായിട്ടും അതിൽ വിശ്വസിക്കാതെ മനുഷ്യൻ ഇന്നും ഈ ശാപം എന്ന് പറയുന്ന അദൃശ്യശക്തിക്ക് പിന്നാലെ അടിമപ്പെട്ട് കിടക്കുമ്പോൾ അതിന് പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് ശാപത്തെ നീക്കുവാൻ കഴിയുള്ള ഒരു ഏക കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് തിരിച്ചറിവ് ജനതയുണ്ടായി. ഈ ജനം മടങ്ങിവരനായി പ്രാർത്ഥിക്കും. കുടുംബത്തിന്റെ കണ്ണുനീര് മാറിട്ട് കുടുംബജീവിതം തകർന്ന അനുഭവങ്ങൾ, തലമുറകൾ നഷ്ടപ്പെടുന്ന പലവിധമായ വ്യാധികളും പോരാട്ടങ്ങളും ദുർമന്ത്രവാദങ്ങളും ദുർമരണങ്ങളും വിവിധ പ്രശ്നങ്ങൾ ഭവനത്തിനൊക്കെ തലകേറുമ്പോൾ അതിന് തന്നെ ജനം തകർന്നു പോകാതെ മടങ്ങി വന്ന് ഹല്ലേലൂയ മാനസാന്തരപ്പെടുകകളിൽ മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിപ്പെട്ട് സകല അക്രമങ്ങളിലും വീണ് ഹല്ലേലൂയ ശാപത്തിൻ കീഴിലെന്ന് പറഞ്ഞ് അനവധി ആളുകൾ കണ്ണുനീരുടെ കടന്നു പോകുമ്പോൾ ഇന്ന് കർത്താവ് ശാപത്തിൻ കീഴിൽ കിടക്കുന്ന കുടുംബങ്ങളെല്ലാം വിടുവിക്കണമേ, സ്വതന്ത്രമാക്കണമേ. ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീക്കുവന്മാരുടെ കൂട്ടാരങ്ങളിൽ അവരുടെ ജീവിതത്തെ കൊടുത്ത് എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ആരും ശാപമെന്ന അദൃശ്യശക്തിക്ക് അടിമപ്പെടാതെ കർത്താവ് ജനം മടങ്ങി വന്ന് ശാപത്തെ അനുഗ്രഹമാക്കുന്ന യേശുക്രിസ്തു സ്വതന്ത്രമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സകല മുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.